ഹലോ സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ചെന്നൈയിൽ, അതായത് തമിഴ്നാട്ടിലെ ചെന്നൈയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് മോണ്യുമെൻറ്റ്സ് ആണ്. അതിലൊരു മോണ്യുമെൻറ്റ്സ് ആണ് ഈ കാണുന്നത്. രാഷ്ട്രീയ ശത്രുക്കളായിട്ടുള്ള രണ്ടു പേർക്കല്ല, 3 പേർക്ക് ഉണ്ടാക്കിയിട്ടുള്ള 2 മോണ്യുമെൻറ്റ്സ് ആണ് ഈ തമിഴ്നാട്ടിൽ, അല്ല ഈ ചെന്നൈയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ഇത് ചെന്നൈയിലെ മെറീന ബീച്ചിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 2 മോണ്യുമെൻറ്റ്സ് ആണ്. അതിൽ ഒരു മോണ്യുമെൻറ്റ്സ് ആണിത്. ഇത് തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയും പിന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ്റെ അച്ഛനുമായിട്ടുള്ള കലൈഞ്ജർ കരുണാനിധിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോണ്യുമെൻറ്റ്സ് ആണിത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് കടന്നു വന്നു കഴിഞ്ഞാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിനോട് ബന്ധപ്പെട്ടുള്ള 2-3 പേരുടെ പ്രതിമകളും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മെറീന ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിലെ ഏറ്റവും നല്ല ബീച്ചുകൾ, അല്ല ഏറ്റവും നീളം കൂടിയ ബീച്ച്, അല്ല ഏറ്റവും ജനത്തിരക്ക് കൂടിയിട്ടുള്ള ഒരു ബീച്ചുകളിലൊന്നാണ് ഈ മെറീന ബീച്ച്. അതേ മെറീന ബീച്ചിൻ്റെ ഒരു സൈഡിലാണ് കലൈഞ്ജർ കരുണാനിധിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസൊക്കെ തികച്ചും ഫ്രീ ആണ്. പിന്നെ ഇത് 8 മണി വരെ ഉള്ളൂ കേട്ടോ. രാത്രി 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അലൗഡ് അല്ല. ഇതിൻ്റെ ലാസ്റ്റിലായിട്ട് നമുക്ക് കാണാൻ കഴിയും, കണ്ട ഒരു മഞ്ഞ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള കരുണാനിധിയുടെ ഒരു ചിത്രം അത് നമ്മൾ അകലെന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കരുണാനിധിയുടെ ഒരു കറുത്ത ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുള്ള കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ചിത്രം. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു സ്മൃതി മണ്ഡപം അവിടെ കലൈഞ്ജർ കരുണാനിധി എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു സ്മൃതി മണ്ഡപമാണ് ഈ കാണുന്നത്. അവിടെ തമിഴിലും ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കലൈഞ്ജർ കരുണാനിധി ജനിച്ച ദിവസവും മരിച്ച ദിവസമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്തുനിന്ന് നോക്കുമ്പോൾ ഈ പിക്ചർ അത്ര ക്ലിയർ അല്ല, പക്ഷെ അകലെന്ന് നോക്കുമ്പോഴാണ് ആ പിക്ചർ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കലൈഞ്ജർ കരുണാനിധിയുടെ മോണ്യുമെൻറ്റ്സും അതിനോട് ചേർന്നുള്ള സ്മൃതി മണ്ഡപമൊക്കെ. ഇനി ഇതിനോട് ചേർന്ന് തന്നെ MGRൻ്റെയും ജയലളിതയുടെയും ഇതേമാതിരി തന്നെ മോണ്യുമെൻറ്റ്സും അതേമാതിരി ഒരു സ്മൃതി മണ്ഡപമൊക്കെ നമുക്ക് കാണാം. അത് ജസ്റ്റ് ഇതിനോട് ചേർന്ന് തന്നെയാണ്, നമുക്ക് അവിടെ പോയി നോക്കാം. ഇനി ഈ കാണുന്നത് അടുത്തൊരു എൻട്രൻസ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന MGRും അതേമാതിരി ജയലളിതയുടെയും സ്മൃതി മണ്ഡപമാണ് ഈ ഒരു എൻട്രൻസിൻ്റെ ഉള്ളിൽ കൂടെ അകത്ത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക. ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് കടന്നു വന്നാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അതുകൂടാതെ ഇവിടെ ജയലളിതയുടെ ഒരു പ്രതിമ ഉണ്ട്. വളരെ മനോഹരമായിട്ട് ജയലളിത ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിമയാണ് ഇവിടെ കടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുക. അത് കൂടാതെ തന്നെ ഇപ്പുറത്തേക്ക് വന്ന മോണ്യുമെൻറ്റ്സിൻ്റെ കാഴ്ചകൾ അകലെ കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള ഒരു മോണ്യുമെൻറ്റ്സൊക്കെ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതേമാതിരി അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ MGRയുടെ അതേമാതിരി തന്നെ വളരെ മനോഹരമായിട്ടുള്ള MGR കണ്ണാടി കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട് ചിരിച്ച് നിൽക്കുന്ന ഒരു MGRൻ്റെ ഒരു പ്രതിമയും ഇവിടെ നമ്മൾ കാണാൻ പറ്റും. ഈ 3 പേരും തമിഴ്നാട് സിനിമാ ലോകം ഭരിച്ചിരുന്ന മഹാപ്രതിഭകളായിട്ടുള്ള ആൾക്കാരായിരുന്നു. ആദ്യം MGR ആണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. അതിനോട് ചേർന്ന് തന്നെ കലൈഞ്ജർ കരുണാനിധി കടന്നു വന്നു. ഒപ്പം തന്നെയാണ് ജയലളിതയും തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. ഈ 3 പേരും തമിഴ്നാട് സിനിമാ ലോകവും തമിഴ്നാട് രാഷ്ട്രീയവും ഒരുമിച്ച് ഭരിച്ച ആൾക്കാരെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ അകത്താണ് MGR അല്ല MG രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള പഴയ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയുടെ സ്മൃതി മണ്ഡപം ഉള്ളത്. ഇവിടെ തമിഴിലും ഇതേമാതിരി ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് MG രാമചന്ദ്രൻ എന്നുള്ളത്, അതായത് MGR. രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും പൊതുശത്രുക്കളില്ല എന്ന് പറയുന്ന ആ തത്വം അംഗീകരിച്ചുകൊണ്ടായിരിക്കാം ഇന്ന് ഈ 3 മഹാപ്രതിഭകളും അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ സ്മൃതി മണ്ഡപം ഇപ്പോൾ ഈ തമിഴ്നാടിൻ്റെ മെറീന ബീച്ചിൻ്റെ ഒരു സൈഡിലാണ് നമുക്ക് കാണാൻ കഴിയുക. ആ സ്തൂപത്തിൻ്റെ ലൈറ്റിന് മേലായിട്ട് തന്നെ ചന്ദ്രനും അങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്ന കാഴ്ച. അതിൻ്റെ ബാക്കിലായിട്ട് തന്നെയാണ് നമ്മളെ ജയലളിതയുടെ സ്മൃതി മണ്ഡപം. അതാണ് ഈ കാണുന്നത്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വർക്കിംഗ് ഡേയ്സിലാണ്. കൂടാതെ ഏകദേശം 8 മണി ഇത് അടയ്ക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആരും കയറ്റുന്നില്ല. അതുകൊണ്ട് അധികം ആൾക്കാർ കാണുന്നില്ല, ടൂറിസ്റ്റുകൾ അധികം കുറവാണ്. ഈ ഒരു സ്മൃതി മണ്ഡപവും വളരെ മനോഹരമായിട്ടുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ ജയലളിതയുടെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഫോട്ടോ ആ സ്മൃതി മണ്ഡപത്തിനോട് ചേർന്നിട്ട് വെച്ചതായിട്ടുള്ള കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഇതുമേ ഒരു തമിഴിലൊരു വേർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനത് വായിക്കാം. മക്കൾ ഞാൻ മക്കൾക്കാകെ ഞാൻ, അതാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതായത് മക്കൾ ഞാൻ തന്നെയാണ് മക്കൾ, മക്കൾക്കാകെ ഞാൻ, മക്കൾക്ക് വേണ്ടിയിട്ടും ഞാനാണെന്നാണ് എഴുതി വെച്ചത്. അത് മനോഹരമായിട്ടുള്ള വേർഡ്. അതുമാതിരി വേറെ ഒരു ഫോട്ടോ ജയലളിതയുടെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചെന്നൈയിലെ മെറീന ബീച്ചിനോട് ചേർന്നിട്ടുള്ള ചെന്നൈയിലെ തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള
MGR, ജയലളിത, കലിഞ്ചർ കരുണാനിധി എന്നിവരുടെ സ്മൃതി മണ്ഡപങ്ങളും അവരുടെ മോണിമെൻറ്റ്സൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കെല്ലാം അടുത്തൊരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് തന്നെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.